ഒരു കോഴി അടവെക്കാനൊരുങ്ങുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരുന്ന ഒരുപാട് സംശയങ്ങളുണ്ടാവും. അതിൽ പ്രധാനപ്പെട്ട 2 സംശയങ്ങളാണ്. ഒന്ന്, ഫ്രിഡ്ജിൽ വെച്ച മുട്ട അടവെക്കാൻ പറ്റുമോ? രണ്ടാമത്തെ, കന്നിക്കോഴി അടവെക്കുന്നത് കൊണ്ട് പ്രശ്നമുണ്ടോ? സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും പറ്റുന്ന കേട്ടോ. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, കന്നിപ്പടകൾ ആദ്യമായിടുന്ന മുട്ട ആയതുകൊണ്ട് വലിപ്പം കുറവായിരിക്കും. അത് അടവെച്ചാൽ എന്തായാലും മുറിയും. പക്ഷേ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ വളരെ ചെറുതായിരിക്കും. അപ്പോൾ വലുതായി അഡൽട്ടായി വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ബോഡി വെയ്റ്റ് കിട്ടില്ല, വലിപ്പവും കിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ അഡൽട്ടായിട്ടുള്ള കോഴിയുടെ മുട്ട എടുത്ത് അടവെച്ചാൽ മതി. മാക്സിമം ഒരു 7-9 മുട്ട വെച്ച് കൊടുത്താൽ മതി. വലിയ കോഴികൾക്ക് പിന്നെ അവരെ ബോഡി ലാംഗ്വേജ് അനുസരിച്ച് നമുക്ക് എത്രയും കേട്ടോ. പിന്നെ ചിലർക്കെങ്കിലും അതിൽ റീസണായിട്ട് വിശ്വസിക്കുന്നത് വെച്ചാൽ കന്നിക്കോഴികൾ കുഞ്ഞുങ്ങളെ നോക്കാൻ അത്ര കേപ്പബിൾ അല്ല എന്നാണ്. നമ്മൾ അവർക്കൊരു അവസരം കൊടുത്താലല്ലേ അവർ കേപ്പബിളാണോ അല്ലെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിലൊന്നും കാര്യമില്ല. പിന്നെ രണ്ടാമത്തെ സംശയം എന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന മുട്ട അടവെക്കാൻ പറ്റുമോ എന്നാണ്. തീർച്ചയായും പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലായത്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അടവെക്കുന്ന ദിവസം രാവിലെ തന്നെ ആ മുട്ടകളെല്ലാം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഒരു കട്ടിയുള്ള ഒരു കോട്ടൺ തുണിയിൽ വെറുതെ അങ്ങോട്ട് വെക്കുക. അതിലുള്ള ഈർപ്പം സ്വമേധയാ വലിഞ്ഞു പോയിക്കോളും. അതിൽ വിരിയാത്തത് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പലരും ഈർപ്പം കാണുമ്പോൾ പിന്നെ ഉണങ്ങാനായിട്ട് തൊടിക്കും. അപ്പോൾ മുട്ടൻ്റെ തോടിൻ്റെ ഉള്ളിലുള്ള സുഷിരങ്ങൾ അടിഞ്ഞു പോകും. അപ്പോൾ ഈ മുട്ടൻ്റെ ഉള്ളിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ശ്വാസം കിട്ടുന്നത് ഈ സുഷിരങ്ങളിൽ കൂടാണ്. അത് അടിഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മുട്ട വിരിയില്ലെന്ന് നമുക്ക് ഉറപ്പല്ലേ. അതാണ് അതിൻ്റെ കാരണം. അപ്പോൾ അത് വെറുതെ അങ്ങ് വെച്ചാൽ മതി. ആ വൈകുന്നേരം ആകുമ്പോഴേക്ക് ഈർപ്പം അത് വലിഞ്ഞു പോയിക്കോളും. അപ്പോൾ ആ സംശയം തീർന്നില്ലേ. അപ്പോൾ നമ്മളിന്ന് 2 കോഴിയെ അടവെക്കാൻ പോകണം കേട്ടോ. ഒന്ന് കന്നിക്കോഴിയാണ്, ഓക്കൊരു 7 മുട്ട വെക്കുന്നത്, മറ്റേ ആൾക്ക് ഒരു 13. റബ്ബർ കൊട്ടയിലാണ് നമ്മൾ മിക്കവാറും വെക്കൽ. മിക്കവാറും എല്ലാ മുട്ടയും നമ്മൾ വിരിഞ്ഞ് കിട്ടുന്നുണ്ട്. പിന്നെ ചിപ്പിലിപ്പൊടി കുറച്ചിടും, അതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇടും. ഉറുമ്പ് വരാതിരിക്കാനാണ് മഞ്ഞപ്പൊടി ഇടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം.